ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ നിയന്ത്രിക്കുന്നതിന് മാർഗരേഖ പുറത്തിറക്കിയ സംസ്ഥാന സർക്കാർ. മാർഗരേഖ പ്രകാശനവും വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഇതോടെ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ നിയന്ത്രണ ചട്ടക്കൂട് സ്ഥാപിക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനമാവുകയാണ് കേരളം. സംസ്ഥാനത്ത് വ്യാപകമാകുന്ന ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനുമായാണ് മോണിറ്ററിംഗ് മെക്കാനിസത്തിന്റെ മാർഗരേഖ പുറത്തിറക്കിയത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഡയറക്ട് സെല്ലിംഗ് കമ്പനികളുടെ എൻറോൾമെന്റിനായി തയ്യാറാക്കിയ വെബ് പോർട്ടലിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി നിർവഹിച്ചു. ഡയറക്ട് സെല്ലിംഗ് മേഖലയിലെ മാർഗരേഖയും ബോധവൽക്കരണ വീഡിയോകളുടെ പ്രകാശനവും വെബ് പോർട്ടലിൻ്റെ ഉദ്ഘാടനവും എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. ഒരു കാര്യം മാത്രമേ പറയാൻ ഞാൻ ആഗ്രഹിക്കൂ. ഇന്നലെ വരെ നിങ്ങൾക്കൊരു നാഥനില്ലായിരുന്നു. ഇന്നിപ്പോൾ സംസ്ഥാന സർക്കാർ നിങ്ങളെയാകെ അംഗീകരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനം. ഒരു പരിധിവരെ നിങ്ങൾ ഗവൺമെന്റിന്റെ അംഗീകാരമുള്ള ഡയറക്ട് സെല്ലിംഗ് ഏജന്റന്മാരായി മാറുന്ന സുദിനമാണ് ഇന്ന്. സ്വാഭാവികമായിട്ടും ഇത്രയും സംഘടിതമായ ഒരു മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെന്നുള്ള നിലയ്ക്ക് അതിവിദൂര ഭാവിയിൽ നിങ്ങൾക്ക് സംസ്ഥാന ഗവൺമെന്റ് തന്നെ ക്ഷേമനിധിയുടെ ഭാഗമായി വീണ്ടും മാറാൻ കഴിയും. ലോകവ്യാപകമായി കോടാനുകോടി ആളുകൾ ജോലി ചെയ്യുന്ന, അന്തസ്സായി ജോലി ചെയ്ത് ജനങ്ങളെ കബളിപ്പിക്കാതെ ഉത്തരവാദിത്വത്തോടെ ജോലി ചെയ്ത് ജീവിക്കാൻ തയ്യാറെടുത്തിരിക്കുന്ന നിങ്ങളിൽ ഓരോ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിയമത്തിന്റെ പരിരക്ഷയ്ക്ക് അകത്ത് നിന്നുകൊണ്ട് ജോലി ചെയ്യാനുള്ള, ആരോടെയും ഔദാര്യമില്ലാതെ ജോലി ചെയ്യാനുള്ള അന്തസ്സായ ഒരു നിലപാടാണ് കേരള സർക്കാർ ഉണ്ടാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ 10-15 വർഷക്കാലത്ത് ഈ മേഖലയിൽ, ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ തൊഴിൽ ചെയ്യുന്ന ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും അതോടൊപ്പം തൊഴിലാളി സംഘടനകളുടെയും സംരംഭകരുടെയും എല്ലാം നിരന്തരമായ ആവശ്യമാണ് ഈ രംഗത്തേക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ഉറപ്പാക്കാൻ കഴിയുന്ന നടപടികൾ ഉണ്ടാകണമെന്നുള്ളത്. ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തെറ്റായ മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്ന നിരവധിയായിട്ടുള്ള സംഘടനകളിൽ നിന്നും ഉപഭോക്താക്കളെ സംരക്ഷിക്കുന്നതിന് ഒരു സർക്കാർ സംവിധാനം ഒരുക്കുക എന്നത് നിരന്തരമായ ആവശ്യമായിരുന്നു. അത് യാഥാർത്ഥ്യമാകുന്ന ചടങ്ങായതുകൊണ്ട് തന്നെ വിവിധ മേഖലയിലെയും തൊഴിലാളി സംഘടനകളുടെയും എല്ലാം ആയിരക്കണക്കായ പ്രവർത്തകർ ഇവിടെ ഈ പ്രഖ്യാപനത്തിൽ സാന്നിധ്യം വഹിക്കാൻ എത്തിച്ചേരുകയുണ്ടായി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കിം കൂട്ടായി. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും മാർഗരേഖ പുറത്തിറക്കി. വിപണിയിൽ സുതാര്യത ഉറപ്പാക്കുകയാണ് ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ നിയന്ത്രിക്കുന്നതിന് മാർഗരേഖയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ഡയറക്ട് സെല്ലിംഗ് കമ്പനികളെ നിരീക്ഷിക്കുന്നതിനും നിയന്ത്രിക്കുന്നതിനും മോണിറ്ററിംഗ് മെക്കാനിസത്തിന്റെ മാർഗരേഖ തിരുവനന്തപുരത്ത് മന്ത്രി ജി.ആർ. അനിലിന് നൽകി സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. സാങ്കേതിക വിദ്യയുടെ വികാസം വലിയ തോതിൽ വർദ്ധിച്ചുവരുന്ന കാലമാണിതെന്നും അതിനനുസരിച്ച് നവീന വാണിജ്യ സമ്പ്രദായങ്ങൾക്ക് പ്രാധാന്യം വർദ്ധിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ന് ഉപഭോക്താവും വിപണിയും മാറിയിരിക്കുകയാണെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു.